എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് ദിവസമായി ഡീൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് മടി കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ മെയിനായിട്ട് മടി കാരണം ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ് ഇന്നിട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:45 എണീറ്റിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ പ്ലാനർ എടുത്തിരിക്കുകയാണ്. ജാനുവരിയിലോ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഫെബ്രുവരിയിൽ ഇവിടെ വന്നതിന് ശേഷം അടിപൊളി 8 വീഡിയോസ് കാര്യങ്ങളും ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ലല്ലോ. ഈ ഒരു മന്ത്ലി വീക്ക്ലി പ്ലാനറിൽ ഞാൻ ആകെ 2 ടു ഡു ലിസ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് ഇത് മൂന്നാമത്തെ തന്നെ എഴുതുന്നത്. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. ഞാനിപ്പോൾ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യൽ. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഫേസ് വാഷ് ചെയ്താൽ ഇതിൻ്റെ ഫോം എന്ന് വെച്ചാൽ ഒരു സ്ക്രബ് ടൈപ്പിലാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതായത് സാമ്പാർ ഉണ്ടാക്കിയിട്ട് നേരെ ഉച്ചക്കേക്കുമായല്ലോ എന്ന് വിചാരിച്ചു. നോർമലി ഞാൻ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അധികം എണീക്കലില്ല. ചില ദിവസങ്ങളിൽ എണീറ്റിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ഇക്കാക്ക് ചായയൊക്കെ പോകാൻ നേരത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യൽ. എന്നിട്ട് പോയിട്ട് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ വരൽ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുക ലൈഫ്. അതായത് എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇപ്പോൾ വീഡിയോസ് എടുക്കണമെങ്കിൽ അതിനൊന്നും തോന്നില്ല. പിന്നെ എനിക്ക് വരാറാകുമ്പോഴത്തേനും ഒരു 11:30-12 മണിയാകുമ്പോഴത്തേനാണ് ഞാൻ പിന്നെ എണീറ്റിട്ട് ഉച്ചക്കത്തിനുള്ളത് കുക്ക് ചെയ്യൽ. അപ്പോൾ അങ്ങനെയുള്ള റുട്ടീൻ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റിട്ട് അങ്ങനെ അടുക്കളയിൽ കയറിയതാണ്. അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഉമ്മി വെക്കണ പോലത്തുള്ള സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിൽ തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ. ഇതങ്ങനെയല്ല, നമ്മൾ തേങ്ങ അരക്കാതെ ഒരു കുറുകിയ ടൈപ്പിൽ അങ്ങനെ വെക്കില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടിട്ടില്ലെങ്കിലും സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തക്കാളി, ഉള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ദെൻ നമ്മൾ പൊട്ടാറ്റോ, വെണ്ടക്ക ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് മുരിങ്ങക്കായ എന്നുള്ളത് അപ്പോൾ അതെടുത്തു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചുവന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ്, സവാള, ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ പൊടികളിൽ മല്ലിപ്പൊടി ഇതിലേക്ക് വറുത്തെടുക്കലുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് കളറും കിട്ടും, അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി മുഴുവൻ പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നാൽ കുതിരാൻ വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ മുരിങ്ങക്കായ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഇതുപോലെ വറുത്തെടുത്തത് 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി വന്നാൽ ലാസ്റ്റാണ് നമ്മൾ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ടിട്ടും നമ്മളൊരു 2 തല തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെണ്ടയ്ക്ക വേവുന്ന സമയത്ത് നമുക്ക് സാമ്പാർ പൊടി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ, അതായത് 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് മിക്സ് ആക്കുക. കുറച്ച് വെള്ളത്തിൽ മാത്രമേ കലക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഓഫ് ചെയ്യുക. അടുത്തത് ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ, പിന്നെ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും യൂസ് ചെയ്തിട്ട് അതൊന്ന് തൂമിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ മാവ് കൂട്ടി വെക്കാനായിട്ട് എനിക്കറിയലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുക്കിങ്ങിലോട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ കിടക്കുന്നത്. അങ്ങനെ ഇമ്മാക്കൊരു മണിക്കൂർ വീഡിയോ കോൾ ചെയ്ത് കുത്തിയിരിക്കും. ഓരോന്ന് ഇങ്ങനെയാണോ ഇത്രയാണോ അത്രയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരുവിധം ഇപ്പോൾ എല്ലാതും പഠിച്ചിങ്ങനെ വരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇഡ്ഡലി കേടരുമോ അതോ നേരാവോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുള്ള മാവായിരുന്നു. ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. അത്യാവശ്യം സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ആ റൂം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇക്ക എണീച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് പോകാനും സമയമായി. രാവിലെ ഒരു 9 മണി 9:15 ഇക്ക റൂമിൽ നിന്ന് ഇറങ്ങുക. ഒരു ഹാഫ് ആൻ അവറോളം ഇക്കാക്ക് ഷോപ്പിലേക്ക് എത്താനുണ്ട്. റൂം കിട്ടിയത് അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ റൂം മാറും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കും ഇക്കാക്കും പാൽ ചായനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി അത്യാവശ്യത്തിന് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് നല്ല സ്ട്രോങ് ടീ ആണ് ഇഷ്ടം. ഇക്കാക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പാൽപ്പൊടിയും ടീ പൗഡറും ഒക്കെ അത്യാവശ്യത്തിന് യൂസ് ചെയ്യലുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഹൈ ഫ്ലെയിം വരുന്നിട്ടുള്ള സ്റ്റൗവിൽ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അതിങ്ങനെ കുറുക്കിയെടുക്കും. അപ്പോൾ നമുക്ക് ആ ടീ പൗഡറിൻ്റെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ഇക്ക കുളിച്ച് ഫ്രഷ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് റൂമിലോട്ട് കൊണ്ടുവെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്നും ഇതുണ്ടാവില്ല. ഞാൻ നേരത്തെ എണീറ്റിട്ട് അടുക്കളയിലോട്ട് കയറാൻ എനിക്ക് തോന്നിയാൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് കഴിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാവലുണ്ട്. അല്ലെങ്കിൽ ചായ വിത്ത് റസ്കോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കലാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ചായ വെച്ചത് തിളച്ചിട്ട് കളർ ചേഞ്ച് ആയത് കണ്ടില്ലേ. അങ്ങനെ ഈ ഒരു പരിവായാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇക്ക ഫുഡ് കഴിച്ചതിന് ശേഷം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവും. അപ്പത്തിന് ആരും എണീറ്റിട്ടുണ്ടായിരുന്നു. കുട്ടികളായിട്ട് എണീറ്റ് വായോ. അങ്ങനെ അവളെ എണീപ്പിച്ചിട്ട് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാൻ നേരെ ബെഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അവളും കൂടി എണീറ്റാലാണ് എനിക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ ഉറങ്ങലേക്കാരം. അങ്ങനെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് സെറ്റാക്കി അതിനുശേഷം ചായ എടുത്തിട്ട് നേരെ വിൻഡോ സൈഡിലേക്ക് വരും കേട്ടോ ഞാൻ. നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ തന്നെയാണ് വിൻഡോ വരുന്നത്. തുറക്കലൊന്നുമില്ല, കാരണം പൊടി അകത്തോട്ടേക്ക് വരും. പിന്നെ കുട്ടിയുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ തുറക്കലൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ കാണുന്നു മാത്രം. ഇന്നിവളെ നേരത്തെ എണീറ്റതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എണീക്കാൻ ഒരു 11 മണിയോ അല്ലെങ്കിൽ 12 മണിയൊക്കെ ആവലുണ്ട്. അവൾ എണീച്ച് മന്ദപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ചായ വേണ വെച്ചപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഡെയിലി വ്ലോഗ് എടുക്കുമ്പോൾ ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ എണീറ്റാലും നമുക്ക് ഈ വീഡിയോ എടുക്കലും സെറ്റ് ചെയ്യലും കറക്റ്റ് ക്യാമറ ആംഗിൾ വെക്കലും ഒക്കെ പാടാകുമ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മൾ വിൻഡോ എന്ന് കാണുന്നത് കേട്ടോ. നേരെ അപ്പുറത്തുള്ളൊരു ഹോട്ടലിൻ്റെ ബിൽഡിംഗ് ആണ് കാണല്. അങ്ങനെ പോയി ഞാൻ ഇഡ്ഡലിയും സാമ്പാർ എടുത്തിട്ട് അവളെ കിടപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവൾ നോർമലി ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കൽ. ചില ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലും കഴിക്കില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ഇതുപോലെ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾ കഴിച്ചിട്ടുണ്ടാവില്ല. അവൾക്ക് ഫ്രൂട്ട്സ് തന്നെയാണ് അവൾ കഴിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അവളുടെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കേണ്ട പറയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനൊരു 1 hour റെസ്റ്റ് ചെയ്യും. അതായത് വെറുതെ ഇങ്ങനെ കുത്തിരിക്കും. അങ്ങനെ വെറുതെ കുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കിടന്നിറങ്ങും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഞാൻ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒക്കെ വരുമ്പോഴത്തേന് ചോറുണ്ടാക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു അരിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഒരു നീളത്തിൽ പെട്ടെന്ന് വേവുന്ന അരി തന്നെയാണ് കേട്ടോ. സോ കറി നമ്മൾ രാവിലെ സെറ്റാക്കിയതുകൊണ്ട് അതുമൊക്കെ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ
ഒരു കാബേജ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം വലിയ കാബേജ് ആയതുകൊണ്ട് ഒരു 3 വട്ടമെങ്കിലും ഞാൻ അതിനോണ്ട് ഉപ്പേരി വെക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇന്ന് ഉപ്പേരി വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു. ഉപ്പേരികൾ പിന്നെ വെക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഉപ്പേരി വെച്ചിട്ടാണ് കേട്ടോ. കറികളാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. ഇത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കും, പിന്നെ ഒരു വറ്റൽമുളക് ഇടും, പിന്നെ നമ്മൾ കാബേജ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് ഒരുപാട് വെള്ളമല്ല, ഒന്നിങ്ങനെ നനച്ചു കൊടുക്കുക. കാരണം കാബേജിൽ തന്നെ വെള്ളം ഇറങ്ങും, പിന്നെ പെട്ടെന്ന് വേവുന്നതാണ് കാബേജ്. അതുപോലെ തന്നെ അതിനുശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യൽ. അടുത്തത് പപ്പടം കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കംപ്ലീറ്റ് ആയി. പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള അച്ചാറും കുപ്പികൾ നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ 2 അച്ചാർ ഇപ്പോൾ കഴിഞ്ഞു. ഒരു മാങ്ങയും കഴിഞ്ഞു, ഒരു വെളുത്തുള്ളിയും കഴിഞ്ഞു. ഇനി ഒരു മാങ്ങയും കൂടിയുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയുണ്ട്. അപ്പോൾ പപ്പടം അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടലാണ്. എനിക്കിതുപോലെ ഒരു കുക്കിംഗ് റേഞ്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കിടിക്ക് കിടിക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഈ റൂം എടുത്തപ്പോൾ അതിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മളെ റൂമിൽ അത്യാവശ്യം എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. ഐറൂസിനെ ഒതുക്കിത്താനാണ് പാട്. അവൾ കുറച്ചേരൊക്കെ അങ്ങനെ ഇരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അവൾ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചറ ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് നല്ല ചീത്ത കേൾക്കൊണ്ടിരുന്നു. കാരണം ഓൾറെഡി ഞാൻ പണിയെടുത്തതാക്കിയിരിക്കുകയാണ്. അവളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവളുടെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ അവളൊന്നില്ലെങ്കിൽ എൻ്റെ ഐലൈനറോ കൺമഷിയോ എടുത്തിട്ട് വരയ്ക്കുക, ഇതാക്കി എഴുതി കുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുക്കിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലീൻ ചെയ്യൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ സോപ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കും. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ റൂം ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ അടിച്ചു വാരിയിട്ട് തുടക്കും. എന്നും ഞാൻ അടിച്ചു വാരി തുടക്കും കേട്ടോ. കാരണം നമ്മൾ ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുഷിയലുണ്ട്. സോ ഞാൻ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും തുടക്കലുണ്ട് കേട്ടോ. അങ്ങനെ തുടക്കലോണി കഴിഞ്ഞപ്പോഴത്തേന് പണിയെല്ലാം കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് ചെന്നു. എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കെന്ന് ഭയങ്കര വിശപ്പോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കച്ചിക്ക് പെട്ടെന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നെ ഞാൻ ഐറൂനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ്. അവളിപ്പോൾ വെറും ഫോണിൻ്റെ ആളായിട്ടുണ്ട്. ഈ റൂമിലിരുന്നിട്ട് ഫോണ് അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ കരച്ചിൽ, ഇതാണ് ഇപ്പോൾ അവളുടെ റുട്ടീൻ സത്യം പറഞ്ഞാൽ. ഇനി പതുക്കെ അവളുടെ റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുത്തണമെന്നുണ്ട്. നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ഫോൺ അധികം നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ അവസ്ഥ കൊണ്ട് കൊടുത്തു പോകുന്നതാണ്. അങ്ങനെ അവളെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം മുടി ചീവി കൊടുക്കുകയാണ്. അങ്ങനെ അവളുടെ കാര്യം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരിക്കണം. കാരണം എനിക്ക് ഭയങ്കര വിശന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവൾക്കും ഫുഡ് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അവളുടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചില ടൈമിലൊക്കെ ഇതുപോലെ ഒതുങ്ങിയിരിക്കും. പിന്നെ ഫോണും കൊടുത്തിക്കല്ലേ, അപ്പോൾ ഒരുങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് കാണിക്കും. ചില ടൈമിൽ അവൾക്ക് ഇഷ്ടേ അല്ലാത്ത പ്രവൃത്തിയാണ് ഒരുങ്ങുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ളുഹ്ർ നിസ്കരിക്കാനായിട്ട് നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ദെൻ സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ലൈറ്റ് ആയല്ലോ. ഐറോസിന് രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ട് തോന്നുന്നു വലിയ വിശപ്പുണ്ടാകുന്നില്ല. അതുകൊണ്ട് അവൾ കളിച്ചിരിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഈ ടൈം ആകുമ്പോഴത്തേനും അവൾ ചോറ് ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാനായിട്ടിരുന്നു. ഇത് നിവ്യയുടെ ബോഡി ലോഷനാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മൂത്തിനാണ്, നല്ല സ്മെല്ലുമാണ്. ദെൻ ടോണർ അപ്ലൈ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ മാറ്റിയിട്ടുണ്ട്. മറ്റേ ഡവാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇത് ഹിമാലയയുടെയാണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വാസ്ലീനും അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഫുഡ് എടുക്കാനായിട്ട് നിൽക്കുക. അങ്ങനെ ചോറും സാമ്പാറും കാബേജ് ഉപ്പേരിയും ചീനമുളക് ചുരുക്കയിലിട്ടതും അച്ചാറും പപ്പടം ഒക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു.
സോ ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിച്ചിട്ടൊന്ന് ഉറങ്ങി എണീറ്റു. എന്താ ഇതിന് എന്താ അത് ഇപ്പോൾ ഞങ്ങൾ വേസ്റ്റ് ബിന്നിലിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.